ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുൻപിൽ റിട്ടയർഡ് അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സമരപന്തലിൽ വിവിധ കോളേജുകളിലെ റിട്ടയർഡ് അധ്യാപകരുടെ നേതൃത്വത്തിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. കലയുടെ മൂല്യം നശിച്ചിടാതെ പുലരാൻ 4 മണിക്കു തുടങ്ങും മെയ്യഭ്യാസവും സാധകവും കലയെ ഉപാസനയാക്കിയ ഞങ്ങളെ എന്തിനു തെരുവിലിറക്കി സർക്കാരെ? അർഹതപ്പെട്ടതു നേടിയിടാതെ നിർത്തുകയില്ല ഈ സമരം. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുൻപിൽ നടക്കുന്ന സമരത്തിന് വിവിധ കോളേജുകളിലെ റിട്ടയർഡ് അധ്യാപകരുടെ സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കലാമണ്ഡലം സമരപ്പന്തലിലെത്തി. 33 അംഗങ്ങളുണ്ടായിരുന്ന റിട്ടയർഡ് അധ്യാപകന്മാരിൽ 9 അധ്യാപകന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. ഇവരുടെ ചിത്രങ്ങൾ സമരപ്പന്തലിൽ വെച്ചുകൊണ്ടാണ് സമരത്തിന് തുടക്കം കുറിച്ചത്. UGC 6-7 ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകത പരിഹരിച്ച് പെൻഷൻ ആനുകൂല്യങ്ങളും കുടിശ്ശികയും നൽകണമെന്നാവശ്യപ്പെട്ട് കലാമണ്ഡലം റിട്ടയർഡ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുൻപിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം 7 ദിവസം പിന്നിട്ടു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് പ്രൊഫസർ M. മനോഹരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുത്തിരുന്ന ഒരു സർവകലാശാലയെ കൽപ്പിത സർവകലാശാലയ്ക്ക് ഉയർത്തി അതിനെല്ലാ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് എല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും UGC പാക്കേജ് ഇവിടുത്തെ ഇവിടുത്തെ അധ്യാപകർക്ക് എല്ലാവർക്കും തന്നെ ലഭിക്കേണ്ടതാണ്. അത് കൃത്യമായിട്ട് അതാത് പദ്ധതി സമയത്ത് തന്നെ കൊടുക്കേണ്ടതാണ്. ഇത് താമസിച്ചത് തന്നെ ഒരു വലിയ അനീതിയാണ്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടു 15 വർഷം സർവീസുള്ളവരെ കുറച്ച് പേരെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നു, അവർക്ക് മാത്രം ഇത് കൊടുക്കുന്നു. ഇത് ഒട്ടും ശരിയല്ലാത്തൊരു രീതിയാണ്. ഇപ്പോൾ 2011 കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2010 നമുക്ക് കേരളത്തിലുള്ള എല്ലാ സർവകലാശാലകളിലും കോളേജുകളിലൊക്കെ ഞാനടക്കം മാർച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും 6ാം പദ്ധതി അനുസരിച്ചിട്ട് ഫിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ 5ാം പദ്ധതി തന്നെ ഒരു വളരെ അപാകതകളോട് കൂടിയിട്ട് പരിഹരിക്കുന്നത് ഇവിടുത്തെ ആവശ്യങ്ങളിൽ ഞാൻ കാണുന്നതാണ്. അതിനകത്ത് ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടതാണ്. അതിനുശേഷം പുതിയ പദ്ധതി വരുന്നു. വരുമ്പോൾ പഴയതിൽ തന്നെ കൊടുക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നുള്ളത്? സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചോളം 2010 പുതിയ പദ്ധതി വരുന്നു. 2011 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നപ്പോൾ അന്ന് എന്താണ് അനുവദിച്ചിട്ടുള്ള പദ്ധതി അതാണ് പ്രാവർത്തികമായിട്ട് വരേണ്ടത്. യൂണിയൻ പ്രസിഡന്റ് കലാമണ്ഡലം M. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രൊഫസർ മോഹനൻ, കലാമണ്ഡലം S. ഗോപകുമാർ, കലാമണ്ഡലം ശിവരാമൻ എന്നിവർ സംസാരിച്ചു. മാസങ്ങളിലായി പല കൊല്ലങ്ങളിലായി 9 പേർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ ആഘാതത്തിൽ, വേർപിരിയലിന്റെ ആഘാതത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിൽ ഒരാൾ വിട്ടുപോയി, ഇനി രണ്ടാമതൊരാൾ വിട്ടുപിരിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ദയവ് ചെയ്ത് തരണം. 1ഉം 2ഉമല്ല 3ഉം 4ഉമല്ല 9 പേരാണ് അടുത്ത കാലത്തായി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവർ വിട്ടുപിരിഞ്ഞത്. പക്ഷേ കണ്ണു തുറക്കലോ ചെവി കേൾക്കലോ ഇതുവരെ ഉണ്ടായില്ല എന്നത് വളരെയധികം ഖേദകരമാണ്. ഏതായാലും ഞങ്ങൾ ഇന്നത്തെ ഈ ദിവസം എക്കാലത്തെയും പോലെ അവർ ഞങ്ങളുടെ മനസ്സിലെപ്പോഴുള്ളതാണ്. ഇന്നത്തെ സമരത്തിന്റെ ഈ ദിവസം അവർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.